ഇപ്പം ഞാനും ജയശ്രീയും തമ്മിൽ ഒന്നിച്ച് ജീവിച്ച അത്രയും പോലും ജീവിക്കാത്തവരാണ് ഈ ജീവിക്കുന്നവരല്ല. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസസ് ഉള്ള റിലേഷൻഷിപ്പുകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് ലോങ് ടൈമായിട്ട് വർക്കൗട്ട് ചെയ്യും. പരസ്പരം ഇഷ്ടമില്ലാതായി മാറിയതിന് ശേഷവും തുടരാൻ ബാധ്യത വരുന്ന നിലവാരത്തിൽ ചില കരാറുകളിൽ ഒപ്പിടുമ്പോഴാണ് ടോക്സിക് റിലേഷൻഷിപ്പായിട്ട് മാറുന്നത്. ഇതുകൊണ്ടാണ് ഇത് ജീവിതകാലം മുഴുവൻ ഒരു പങ്കാളി എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ആരെങ്കിലും തിരഞ്ഞിട്ടുണ്ടോ? പ്രപഞ്ചത്തിലില്ലാത്ത. ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ കുറേ കഴിയുമ്പോൾ ആൾക്കാർ ചേടാ ഇതിപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു പോകുന്നതുണ്ട്. ജനാധിപത്യത്തിനകത്ത് അതിര് ഉണ്ടെന്നറിയുകയും ആ അതിരിനകത്ത് നിന്ന് സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് അതിരറിഞ്ഞ് സ്നേഹിക്കുക. അമ്മയെ നോക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്നാൽ മതി. എല്ലാ അമ്മമാർക്കും അറിയാം അവരെ നോക്കാനൊന്നും അല്ലേ കിടക്കുന്നത്, മറ്റടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാമെന്ന് അവർക്കും അറിയാം. അതുപോലെ ഒരു ടേമാണ് ടോക്സിക് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ എല്ലാവരും ഒരു ഡേറ്റിംഗ് സ്പേസിലാണെങ്കിലും മാരേജസിനകത്താണെങ്കിലും എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. മൈത്രേൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഹൗ ഡസ് ആൻഡ് വെൻ ഡസ് എ റിലേഷൻഷിപ്പ് ടേൺ ടോക്സിക്? ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈം യു ആർ വിത്ത് അനദർ പാർട്ട്ണർ. അല്ല, ആ ഒരു എക്സ്പീരിയൻസ് ലോകത്തിനെ നമ്മൾ സൈക്കോളജൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാ സാധനവും സൈക്കോളജിക്കകത്തൂടെ, അതിനെ സൈക്കോളജൈസിങ്, സയൻറ്റിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ശാസ്ത്രത്തിനകത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കണ്ടന്റ് ഇല്ലാതെ ചെയ്യുന്ന രീതികളിലൂടെ ലോകത്തിന് ഇഷ്ടം പോലെ ആളുകൾ വിശദീകരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എവല്യൂഷണറി ആയിട്ട് ഒരിക്കലും മനസ്സിലാക്കപ്പെടാത്ത ആളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് ഇതല്ല. ടോക്സിക് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് പരസ്പരം ഇഷ്ടമില്ലാതായി മാറിയതിന് ശേഷവും തുടരാൻ ബാധ്യത വരുന്ന നിലവാരത്തിൽ ചില കരാറുകളിൽ ഒപ്പിടുമ്പോഴാണ് ടോക്സിക് റിലേഷൻഷിപ്പായിട്ട് മാറുന്നത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ പങ്കാളികളായിരിക്കണമെന്ന് പള്ളിക്കാർ പറയുകയും ഗവൺമെൻറ് പറയുകയും ചെയ്യുന്ന സ്ഥലത്താണ് അത് ടോക്സിക്കായി മാറുന്നത്. ഈ ഒരു കണ്ടീഷനകത്താണ്. അതേ സമയത്ത് നമ്മൾ ഈ ഇരിക്കുന്ന കസേരയിൽ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് മതി വരും. അപ്പോൾ നമ്മൾ എണ്ണീറ്റ് നടക്കും. പിന്നെ ശരീരം പറയും ഇനി ഇരിക്കണ്ട. ആ സമയത്ത് എണ്ണിക്കാൻ പറ്റത്തില്ല, അവിടെ തന്നെ ഇരിക്കണമെന്ന് പറയുമ്പോഴാണ് ഈ ബന്ധം, ഈ കസേരയും ഞാനും തമ്മിലുള്ള ബന്ധം ടോക്സിക്കാവും. ഇതുപോലെ നിർബന്ധിക്കപ്പെടുന്ന ഏരിയകളിൽ വരുമ്പോഴാണ് ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നതിന് മീനിങ് ഉണ്ടാകുന്നത്. അല്ലാതെ തുടങ്ങുമ്പോഴേ ടോക്സിക് റിലേഷൻഷിപ്പ് ആരംഭിക്കാനും നോക്കത്തില്ല. അത് ഈ പറയുന്ന പരസ്പരമുള്ള കൺസെൻറ്റും കാര്യങ്ങളിനകത്ത് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ചെടിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഡിമിനിഷിങ് യൂട്ടിലിറ്റി എന്ന് എക്കണോമിക്സ് പറയുന്ന സാധനം, ഇതെല്ലാം ഒരേ കാര്യമാണ്. ആദ്യത്തെ ആപ്പിൾ തിന്നുന്ന പോലെ രണ്ടാമത്തെ ആപ്പിൾ തിന്നാൻ പറ്റത്തില്ലെന്നും മൂന്നാമത്തെ ആപ്പിൾ തിന്നു കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ആപ്പിൾ ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറയുന്നത് സ്ഥലത്തെത്തുന്നത് അത് തിന്നാൻ നിർബന്ധിക്കപ്പെടും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു 90% ഓഫ് ലോങ് ടേം റിലേഷൻഷിപ്സ്, അത് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഡെഫിനറ്റ്ലി. അത് പിന്നെ സഹിക്കേണ്ടതാണെന്ന് പഠിപ്പിക്കുന്ന ചിത്രം കൊണ്ടാണ്. ഇത് നിങ്ങൾ സഹിക്കേണ്ടതാണെന്ന്. പണ്ട് എങ്ങനെയായിരുന്നു സ്ത്രീകളെ പഠിപ്പിക്കുന്നത്? ഭാഗ്യം ഉണ്ടെങ്കിൽ നിനക്ക് നല്ല ഭർത്താവിനെ കിട്ടുന്ന. മറ്റേത് അങ്ങനെയല്ല. നമ്മൾ ഭാഗ്യം കൊണ്ടല്ല, നമുക്ക് സെലക്ട് ചെയ്യാനുള്ള കഴിവാണ്. നമ്മളൊരു കടയിൽ പോയി കിട്ടുന്ന സാധനം ഷർട്ട് മേടിക്കുകയല്ല ചെയ്യുന്നത്, സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്താലും അത് കൊള്ളത്തില്ലെന്ന് കണ്ടാൽ കളയാം. അത് കളയരുതെന്ന് പറയുന്ന ഈ മൂല്യമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇത് ജീവിതകാലം മുഴുവൻ ഒരു പങ്കാളി എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ആരെങ്കിലും തിരഞ്ഞിട്ടുണ്ടോ? പ്രപഞ്ചത്തിലില്ലാത്തതാണ്, മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. മനുഷ്യരുടെ ആവശ്യത്തിന്, നിങ്ങൾ സ്വത്ത് കൈമാറുന്നതിനും കുട്ടിയെ വളർത്തുന്നതിൻ്റെ ആവശ്യം കൊണ്ട് ഉൽപ്പാദിപ്പിച്ചതാണ് ആശയം. അപ്പോൾ മൈത്രേൻ കനിയെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പോയിന്റിലും മൈത്രേന് തോന്നിയില്ല ഈ റിലേഷൻഷിപ്പ് ടോക്സിക്കായി, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുന്നില്ല, കുഞ്ഞുണ്ട്, അതുകൊണ്ട് അത് സ്റ്റേ ചെയ്യണം എന്ന് തോന്നി? ഞാൻ പറഞ്ഞാൽ കുട്ടിയെ വളർത്തുന്ന ഉത്തരവാദിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയും ഞാനും ജയശ്രീയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് സ്പേസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഈ സ്പേസ് ആണ് ഇത് നിഷേധിക്കപ്പെടുന്നത്. എൽബോ സ്പേസ് എന്ന് നമ്മൾ പറയത്തില്ലേ? തിരക്കുള്ള ബസ്സിനകത്ത് ആളുകൾ തമ്മിൽ വഴക്കിടുന്നത് പോലെയാണ് ഈ ജീവിതം മുഴുവൻ. അപ്പം നമ്മൾ അങ്ങ് വരെ തിരക്കാണെന്നുണ്ടെങ്കിൽ അങ്ങ് വരെ വഴക്കിടും. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസസ് ഉള്ള റിലേഷൻഷിപ്പുകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് ലോങ് ടൈമായിട്ട് വർക്കൗട്ട് ചെയ്യും. നെഗോഷിയേഷനാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ഇല്ലാതായി പോകുന്നത്. രണ്ട് കട്ട് ആൻഡ് റൈറ്റ് നിയമങ്ങളാണുള്ളത്.
അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാടാണ്. മറ്റേതങ്ങനെയല്ല, എൽബോ സ്പേസസ് ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഈ റിലേഷൻഷിപ്പുകൾ നീണ്ടു പോകുന്നതിൻ്റെ പലതിൻ്റെയും കാരണം അവരൊന്നിച്ച് ജീവിക്കാതിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. കാരണം ജോലിയുള്ളവർ വല്ലയിടത്തും ആയിരിക്കും, അവരൊന്നിച്ചാണെന്നുള്ള സങ്കല്പം മാത്രമാണ്. ഇപ്പം ഞാനും ജയശ്രീയും തമ്മിൽ ഒന്നിച്ച് ജീവിച്ച അത്രയും പോലും ജീവിക്കാത്തവരാണ് ഈ ജീവിക്കുന്നവരല്ല. നമ്മൾ മുഴുവൻ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്തവരാണ്. അത്രയും നെഗോഷിയേഷൻ സ്പേസസ് ഞങ്ങൾക്കുള്ളത് കാരണം കൊണ്ടാണ് അത് എല്ലാ കാര്യത്തിനകത്ത് നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റിയിരുന്നത്. ഇത് ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലിയിൽ വരുന്നത് എന്താണ്? പണ്ട് കൃഷി കുടുംബത്തിനകത്ത് നിങ്ങളുടെ ഇണയെ വേറെ വല്ലയിടത്തുമൊക്കെ ആയിരിക്കും അവർ, ആ വീട്ടിനകത്ത് തന്നെ ഒന്നിച്ചൊന്ന് കിട്ടുന്നത് രാത്രിയിൽ കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. അത് കണ്ടു അവരെ ഇണക്കി നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ അവർ വലുതായി പോകും. അമ്മായിയമ്മയെ നോക്കാൻ പോവുകയാണെന്ന്, ഞാൻ ഈ വിദ്വാൻ്റെ അമ്മയെ നോക്കാൻ പോകുമെന്ന് പറഞ്ഞ് അവിടെ കിടന്നാൽ മതി. എല്ലാ അമ്മമാർക്കും അറിയാം അവരെ നോക്കാനൊന്നും അല്ലേ കിടക്കുന്നത്, മറ്റടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാമെന്ന് അവർക്കും അറിയാം. അവർ മിണ്ടത്തില്ല. കാരണം അവരെ പരിചരിച്ചും കാല് തിരുമിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാകും. ഇത് ചെയ്തിട്ട് ഈ ഭർത്താവിന് നോൺ അവൈലബിൾ ആകുക എന്ന് പറയുന്ന സ്പേസ് ഉണ്ടായിരുന്നു. ന്യൂക്ലിയർ ഫാമിലി വന്നപ്പം 24 മണിക്കൂറും ഒരു മുറിക്കകത്തായി പോയവരാണ്. 2 മുറിയിൽ കിടക്കുകയാണെങ്കിൽ തന്നെ ഇഷ്ടമുള്ളപ്പോൾ മാത്രം ബന്ധം ഉണ്ടാക്കിയാൽ മതി. ലൈംഗിക ബന്ധത്തിൻ്റെ കാര്യം മാത്രമല്ല, സ്പേസ് ഇല്ലാത്തതാണ് ന്യൂക്ലിയർ ഫാമിലിയുടെ ഏറ്റവും വലിയ പ്രശ്നം. 2 പേര് തമ്മിൽ സകല കാര്യവും ഒന്ന് ചെയ്യാൻ ബാധ്യത. മറ്റേ പലരും വരുമായിരുന്നു, അവരുടെ ഇടനിലയ്ക്ക് മിണ്ടാനെങ്കിലും ആരെങ്കിലും ഉണ്ടാവും, അതുപോലും ഇല്ല. ഇങ്ങനെ പോയി ട്രാപ്ഡായി പോയ ഇത്രയധികം മിശ്രവളായ ഒരു കപ്പിള് ഈ ന്യൂക്ലിയർ ഫാമിലി പോലെ ലോകത്തൊരിക്കലും ഉണ്ടായിട്ടില്ല. ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. ഇനി കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ, പക്ഷെ ഒരു ചിന്ന കാർഡ് ഗെയിം. നോട്ട് യുവർ ഫോൾട്ട്. മൈത്രി, ഈ വാക്കുകൾ ആളുകൾ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആളുകൾ ഞാനിങ്ങനെ ഈ ഇൻ്റർവ്യൂവിനകത്തൊക്കെ വളരെ ക്ഷോഭിച്ച് പറയുന്നു എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. എനിക്ക് അവരോട് ആകെ പറയാനുള്ളത്, ഒരു മീനെ ഒരാൾ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പെടയുകയും അതിന് കൊമ്പുണ്ടെങ്കിൽ കുത്തുകയും ചെയ്യും. അത് അതിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു കൂരി നമ്മളെ ഓടിച്ചിട്ട് കുത്തുന്നത്? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്നെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുള്ളത്. പിടിക്കാൻ നമ്മളിപ്പം മീനെ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് രക്ഷപ്പെടണ്ടേ? അപ്പോൾ നിങ്ങളിപ്പോൾ ചോദ്യം എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ കുതറും. ഈ കുതറുന്നതിനെ ആളുകൾ ക്ഷോവും എതിരുമായിട്ട് കാണുന്നത്. അതിങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ രണ്ടുപേരുടെ നടന്ന് അങ്ങോട്ട് പോവുകയാണ്. ആ നടന്നു പോകുന്ന സമയത്ത് അവിടെ നല്ല പുല്ല് മെത്ത. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കാര്യം പറയാം. ഇരിക്കാൻ പോകുമ്പോൾ ഉടനെ നിങ്ങൾ ഒരു തൊട്ടാവാടി നിൽക്കുന്നെന്ന് പറയും. അപ്പോൾ നമ്മൾ അതിൻ്റെ മണ്ടയിൽ ഇരിക്കത്തില്ല. തൊട്ടാവാടി നമ്മൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല, അത് വെറുതെ അവിടെ നിന്നതേ ഉള്ളൂ. ആകെ അതിൽ 2 മുള്ളു വെച്ചിട്ടുണ്ട്. അതതിൻ്റെ മണ്ടയിൽ ഇരിക്കാതിരിക്കാനാണ്, അതിനെ തിന്നാതിരിക്കാനാണ്. അത് ആരെയെങ്കിലും ഓടിച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. അത്രയും റെസിസ്റ്റൻസ് ജീവിതത്തിൽ ചെയ്യേണ്ടത്. അത് കാരണം കൊണ്ട് നമ്മൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പം ആ സാഹചര്യം ഒഴിവാക്കിയിട്ട് നമ്മളെന്തോ എല്ലാ സമയത്തും ഡൊസൈലായിരിക്കണമെന്ന് അനുസരണ പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മൂല്യമാണ്. ഞാൻ റെസിസ്റ്റ് ചെയ്യും. I like that. ഐ മീൻ സീരിയസ്ലി. ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്ന എല്ലാ സമയത്തും സീരിയസ്ലിയാണ്. പലപ്പോഴും ആളുകൾ എന്നോട് ഓരോന്നൊക്കെ ചോദിക്കുകയും വെറുതെ ഇരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ കുറേ കഴിയുമ്പോൾ ആൾക്കാർ ചേട്ടാ ഇതിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു പോകുന്നതുണ്ട്. അപ്പം നമ്മൾ ജീവിതത്തിനെ വളരെ ലൈറ്റായിട്ടാണോ കാണുന്നത്? ഞാൻ വളരെ ലൈറ്റാണ്, പക്ഷേ അത് വളരെ സീരിയസ് ആണ്. നമുക്ക് ജീവിതത്തിനെ പറ്റിയും നമ്മുടെ അതിരുകളെ പറ്റിയുള്ള അറിവാണത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും രസകരമായി നമ്മൾ ചെയ്യുമ്പോഴും മറന്നു പോകുന്നില്ല. അതിരറിഞ്ഞ് സ്നേഹിക്കാനാണ് പഠിക്കേണ്ടത്, അതിരില്ലാതെ സ്നേഹിക്കാനല്ല. ആളുകൾ പണ്ട് പഠിപ്പിക്കുന്ന മുഴുവൻ അതിരില്ലാതെ സ്നേഹിക്കണം എന്നാണ്. അല്ല, ജനാധിപത്യത്തിനകത്ത് അതിര് ഉണ്ടെന്നറിയുകയും
ആ അതിരിനകത്ത് നിന്ന് സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് അതിരറിഞ്ഞ് സ്നേഹിക്കുക. അതിരറിഞ്ഞ് പെരുമാറാൻ പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ടോക്സിക് റിലേഷൻഷിപ്പിൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്നത് എത്തും. അപ്പോഴാണ് അതിരുകളെ പറ്റി നമ്മൾ അറിയേണ്ടത്, ബൗണ്ടറീസിനെ പറ്റി അറിയേണ്ടത്. ഇത് ബൗണ്ടറി ഇല്ലാതാക്കുന്നതിന് തടസ്സമായിട്ടല്ല, ബൗണ്ടറിയോടെ എപ്പോഴും ഇരിക്കത്തുള്ളൂ എന്നുള്ള അറിയേണ്ടത്. ആ ബൗണ്ടറി ഉണ്ടെന്നുള്ള അറിവുണ്ടെങ്കിൽ നമുക്ക് പരസ്പര ബഹുമാനം എന്ന് പറയുന്നിടത്ത് എത്താൻ പറ്റും. മറ്റേത് നമ്മൾ ബഹുമാനിക്കുകയാണെന്നുള്ളതല്ല. ഒരു കുഞ്ഞ് ഓടി വരുമ്പോൾ നമ്മളെടുത്ത് മടിയിൽ വയ്ക്കുന്നത് പോലെ വലിയൊരാളെ എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അവിടെയാണ് അതിരറിയണമെന്ന് പറയുന്ന സാധനം. ആ കുട്ടിക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒന്നും തന്നെയും അതേ സമയത്ത് പ്രണയമുള്ള സമയത്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മടിയിലിരുത്താം. പക്ഷെ 5 മിനിറ്റ് കൂടുതൽ ഇരുത്തി കഴിഞ്ഞാൽ കാല് നോവും. അതുകൊണ്ട് അതിലില്ലാതിരിക്കാനൊക്കെ. നോ നോ പറയുന്ന വ്യക്തിയാണോ? നോ, അതെ. വാട്ട് ഡസ് ഇറ്റ് മീൻ? നോ പറയുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഈ അതിരറിയുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പറയേണ്ടതാണെന്ന് തോന്നുന്ന നിമിഷം പറഞ്ഞിരിക്കും. പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആളിന് അത് മനസ്സിലാക്കാൻ കഴിയാതെ അവരറിഞ്ഞുകൊണ്ട് പോലും ആയിരിക്കത്തില്ല അതിര് ഭേദിച്ചത്. അതുകൊണ്ടാണ് വീണ്ടും ആൾക്കാർ നോ എന്ന് പറഞ്ഞാൽ നോയാണ് എന്നർത്ഥമാണ് എന്ന് പറയാനായിട്ട് ഇന്ന് ലോകത്ത് ആളുകൾ അങ്ങനെ വളരെ അസെപ്റ്റ് ചെയ്ത് പറയേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും നന്നായി പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയും. അത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും മിനിമമായിട്ടുള്ള ക്യൂസ്, സിഗ്നൽസ് ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കൊടുക്കുന്നത് വഴിയാണ് കണ്ണിൽ നോക്കുക, ശരീരത്ത് നോക്കുക, എല്ലാം ചെയ്തിട്ട് തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങളിലുണ്ടാകുന്ന പ്രതികരണം എന്താണെന്ന് കാണാതെ ഒരാൾ ചെയ്യുന്നില്ല. അപ്പോൾ അത് കാണിക്കാതെ നമ്മൾ ഇരിക്കുകയും എന്നിട്ട് തെറ്റായ വഴിയിലുള്ള ആളുകളെ അവർക്ക് വിഷമം വരരുതെന്നാണ്. അങ്ങനെയല്ല. അതിരുകൾ എവിടെയാണ് ബൗണ്ടറികൾ? ഇത് നമ്മുടെ എല്ലാ ഇതിനകത്ത് കാണിക്കേണ്ടത്. അത് വേണ്ടാന്ന് നമ്മൾ എപ്പോഴാണ് തീരുമാനിക്കുന്നത്? നമുക്ക് അനുകൂലമായി അവരെ മാറ്റണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ്. അപ്പോഴാണ് പ്രണയത്തിനകത്ത് നമ്മൾ നല്ല വശം മാത്രം കാണിക്കുന്നത്. പക്ഷെ പ്രണയം ഒരാളെ ഇണക്കിക്കഴിഞ്ഞാൽ തനി സ്വരൂപം കാണിക്കുന്നിടത്ത് പിന്നെ ആൾക്കാരിരിക്കും. അപ്പോഴാണ് ആൾക്കാർ പറയുന്നത് നിന്നെ ഞാൻ വിചാരിച്ച പോലല്ല. ഈ വിചാരിച്ചതുപോലെ അല്ല നമ്മൾ ഒരു സമയത്ത്. അപ്പോഴാണ് ഇണങ്ങാനും ഇണക്കാനും നിൽക്കുന്ന പോയിന്റുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വേണ്ടും വണ്ണം കമ്മ്യൂണിക്കേഷൻ വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തെറ്റായിട്ട് ധരിക്കും. തെറ്റായി ധരിച്ചത് പിൽക്കാലത്ത് വലിയ ഷോക്കിംഗ് ആയ അനുഭവമായിട്ടാണ് എപ്പോഴും ആളുകൾ അനുഭവിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിപ്പെടാതിരിക്കണമെങ്കിൽ ഈ നേരത്തെ നെഗോഷിയേഷൻ്റെ മേഖലകളാണ് വികസിപ്പിക്കേണ്ടത്. അവിടെ നോയ്ക്ക് വളരെ വലിയ മീനിങ്. സ്കേഡ്. മൈത്രൻ എന്തിനാണ് പേടിച്ചിട്ടുള്ളത്, പേടിക്കുന്നത്? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് എനിക്ക് സ്കെയറുണ്ട്. അത് ഈ പറയുന്ന എല്ലാ അറിവിനും ശേഷവും നമ്മൾ അതിര് കടന്നു പോകും എന്ന് തോന്നുന്ന സമയങ്ങൾ. അത് ഈ പറഞ്ഞ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ട് ആളുകൾ പ്രതീക്ഷിക്കുന്നതാണ്, പറയുന്നുണ്ടാകത്തില്ല, ക്യൂസ് തരുന്നുണ്ടാകത്തില്ല. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളെ അൺസർട്ടൻ ആക്കുന്നതാണ് അതിനകത്ത് ഏറ്റവും സ്കെയറിങ് ആയിട്ടുള്ള അൺസർട്ടൻറ്റി ഉണ്ടാക്കുന്നിടത്താണ്. അതേസമയത്ത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ നന്നായി ചെയ്യുന്ന ഒരു പോയിന്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കെയർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കംഫർട്ടബിൾ ആകുന്നു നമ്മൾ പറയുന്നത് അപ്പോഴാണ്, അൺസർട്ടൻറ്റി ഇല്ലാതിരിക്കുന്ന സ്ഥലങ്ങളിലാണ്. അതാണ് നമ്മുടെ പെരുമാറ്റങ്ങളിനകത്തുള്ള. ഞാൻ ഇൻ്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്തു, വാട്ട് ഈസ് ദ റിയൽ നെയിം ഓഫ് മൈത്രേയൻ. പക്ഷെ എനിക്ക് പേരൊന്നും കിട്ടിയില്ല. അത് റെക്കോർഡിക്കലായിട്ട് തന്നെ ഇന്നില്ല, റെക്കോർഡായിട്ടേ ഇല്ല. ഇന്നില്ല. കാരണം അത് ആകെ അവസാനം ഉണ്ടായിരുന്നത് എൻ്റെ സ്ഥലത്തിനകത്ത്, എൻ്റെ അച്ഛൻ പ്രമാണത്തിനകത്താണ്. അത് ആ സ്ഥലവും വിറ്റപ്പോൾ തന്നെ അതും തുടർന്നു പോയി. 10ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ ഇത് പാസ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമേ ഉപയോഗിച്ചു. ഒറ്റ ഉപയോഗം എനിക്കുണ്ടായിട്ടുള്ളൂ. എപ്പോഴാണ് മൈത്രേയൻ എന്നുള്ള പേര്? 22ാമത്തെ വയസ്സിൽ. 22ാം വയസ്സിലാണ്. അതാണ് കൂടുതലുള്ളത്. അതിന്ന് എൻ്റെ ആധാറിലതാണ്, എൻ്റെ പാസ്പോർട്ടിലതാണ്.
ഇന്റർനെറ്റിലും അതാണ്. അത് അങ്ങനെയുള്ളൂ. അപ്പൊ ഐ ആം ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈത്രേൻ ഈ ഡാഷിന്റെ സ്ഥലത്ത് എന്ത് വാക്കായിരിക്കും യൂസ് ചെയ്യുക? ഒരു സുഹൃത്തെന്നാണ്. ഐ എം എ ഫ്രണ്ട്. അതെ. അപ്പോൾ മൈത്രേൻ ഒരു ചെറിയ ഗിഫ്റ്റ് ഐ ആം ടീമിന്ന്. ഇത് തേങ്ങാ കൊക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഡിസ്കാർഡഡ് ആയിട്ടുള്ള കോക്കനട്ട് ഷെൽസിന് അവർ കട്ട്ലറി ഉണ്ടാക്കി ഒരു ലേഡീസ്, കുറച്ച് സ്ത്രീകളുടെ ഇനിഷ്യേറ്റീവ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്, അതിനൊന്നും സംശയമില്ല. ആകെ ഉള്ളത് ഞാനിത് ഇവിടെ വെക്കും എന്നുള്ളത് ആലോചിക്കും. അഡ്രസ് ഇല്ലാത്ത ആളാണല്ലേ? അഡ്രസ് മാത്രമല്ല, ആ സ്ഥിരമായ ഒരു വാസമില്ലാത്ത ആളാണ്. പക്ഷെ ഇത് പറയുമ്പോൾ നൂറുകണക്കിന് സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടിയുള്ള മുറി എന്ന് പോലും പറയാവുന്ന മുറികളുണ്ട്. ആ അങ്ങനെയാണ്. ഉം. അത് നല്ല തമാശയാണ്. ഞാനൊരു വീട്ടിൽ പോയി താമസിക്കുന്ന സ്ഥലത്ത് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ ആയിരിക്കും. അവിടെ പോയി താമസിച്ചിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അവർ വിളിച്ചിട്ട് പറയും, ഇവനെ മൈത്രേൻ്റെ മുറി കയറി എല്ലാം ചീത്തയാക്കി എന്നൊക്കെ പറയും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അവരുടെ കുഞ്ഞ് കയറിയതിനെ പറ്റി അവരിങ്ങനെ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ മുറികൾ ഇഷ്ടം പോലുള്ള ഒരാളാണ്. ആളുകളിങ്ങനെ വീടില്ലാത്തവരെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അത്രയും മുറികളുള്ള ആള് ചിലപ്പം അധികാരങ്ങളാണ്. എല്ലാവരുടെ വീടുകളിലെ മുറികൾ മാത്രമല്ലാതെ എല്ലാവരുടെ മനസ്സിലും ഒരു സ്ഥാനമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എനിക്ക് അപ്പുറത്തിരിക്കുന്ന ആള് ലോകത്തൊരാള്, അവസാനത്തെ ഒരാളുണ്ടെന്ന് വെച്ചാൽ ഞാൻ അയാളുടെ കൂടെ ഉണ്ടാവും. ഞാൻ ആളുകളെ അഡാപ്റ്റ് ചെയ്യുന്ന ആളാണ്. എൻ്റെ കൂടെ താമസിക്കാനല്ല, അവരോടൊത്ത് ജീവിക്കാനാണ് ഞാൻ പഠിച്ചത്.